നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ പ്രവാസി മലയാളിയുടെ ഭാര്യയുടെ ആത്മഹത്യ ആണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ശരീരത്തിൽ 2 വാക്ക് എഴുതി വച്ചായിരുന്നു ആത്മഹത്യ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് 29-കാരനായ ഒരു യുവാവാണ് ഈ ഒരു ആത്മഹത്യക്ക് പിന്നിൽ എന്നുള്ളത് വെളിവായിരിക്കുകയാണ്. നിരവധി വീട്ടമ്മമാരെ ഈ യുവാവ് ഇത്തരത്തിൽ കുടുക്കിയിട്ടുണ്ട്, ആത്മഹത്യയിലെ വക്കിലെത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നത്. ശരീരത്തിൽ 2 വാക്ക് എഴുതി വെച്ച ശേഷമായിരുന്നു വീട്ടമ്മയുടെ ആത്മഹത്യ ഉണ്ടായിരിക്കുന്ന സംഭവത്തിൽ 6 മാസങ്ങൾക്ക് ശേഷം കണ്ണൂർ ടൗൺ പോലീസ് ഇപ്പോൾ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു 29-കാരനായ യുവാവിനെയാണ്. പ്രവാസി ഭാര്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കീഴ്ത്തള്ളി ഓവുചാലിന് സമീപത്തുള്ള അരവിന്ദത്തിൽ പി ജിതിൻ ആ യുവാവിനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. സംഭവം ഇങ്ങനെയാണ്. 2 വാക്ക്, അത് ഒരു ഓൺലൈൻ ഗെയിമിൻ്റെ വാക്കാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഓൺലൈൻ ഗെയിമിലൂടെയാണ് വീട്ടമ്മമാരെ ഇത്തരത്തിൽ കുരുക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. പോലീസാണ് ഈ ഒരു വിവരം കൈമാറിയിരിക്കുന്നത്. ഓൺലൈൻ ഗെയിമുമായി ബന്ധപ്പെട്ട 2 വാക്കുകൾ അതുമാത്രമാണ് ശരീരത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. സംഭവത്തിൽ പിന്നീട് പോലീസ് അന്വേഷണം നടത്തി മാസങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് രേഖപ്പെടുന്നത്. അത് ഒരു 29-കാരനായ പി ജിതിൻ എന്ന യുവാവിനെയാണ് ടൗൺ CI പ്രവീൺ കണ്ണപ്പൊയിലിൻ്റെയും SI ബാബുഷിൻ്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റിൽ തീരുന്നതല്ല അന്വേഷണം എന്നാണ് ഇപ്പോൾ പോലീസും പ്രതികരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് വീട്ടമ്മ കിടപ്പുമുറിയിൽ ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഭർത്താവിൻ്റെ പരാതിയിൽ ടൗൺ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. നല്ല നിലയിൽ കുടുംബത്തോടൊപ്പം ജീവിച്ചിരുന്ന യുവതിയുടെ മരണകാരണം പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് കണ്ണൂർ DYSP PP സദാനന്ദന്റെ മേൽനോട്ടത്തിൽ ടൗൺ പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കുകയായിരുന്നു. ശരീരത്തിൽ നിന്നും ലഭിച്ച 2 വാക്കുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഓൺലൈൻ ഗെയിമിനോട് സാമ്യമുള്ള എന്തോ ആണ് മരണകാരണം എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതോടെ സോഷ്യൽ മീഡിയ വഴിയുള്ള അന്വേഷണമാണ് നടന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടി സ്ത്രീകളെ പരിചയപ്പെട്ട് അവരെ ചൂഷണം ചെയ്യുന്ന ഒരാളാകും ഈ ഒരു മരണത്തിന് പിന്നിലെന്നുള്ള നിഗമനത്തിലെത്തുന്നു. മരണകാരണം അതാണ് എന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിലുള്ള കേസുകളിലെ പ്രതികളെ നിരീക്ഷിക്കുകയും സൈബർ സെൽ ടീം കൺട്രോളറായ ശ്രീജിത്ത് നൽകുന്ന ഡാറ്റ സോഴ്സ് റിപ്പോർട്ടുകൾ വിലയിരുത്തിയാണ് പ്രതിയിലേക്കുള്ള അന്വേഷണം എത്തിച്ചേരുന്നത്. പോലീസ് ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു തട്ടിപ്പ് നടക്കുന്നത്. വീട്ടമ്മമാരെ കബളിപ്പിക്കാൻ കാവ്യ, നീതു, ശരത്, മോഹൻ, ജീത്തു തുടങ്ങിയ നിരവധി പേരിലാണ് അക്കൗണ്ടുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സഞ്ജയ് കണ്ണാടിപ്പറമ്പ്, വനിതാ ഓഫീസർ ഗിരിജ, വിജേഷ്, ഷിൻജു എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. അവരുടെ അന്വേഷണ മികവ് തന്നെയാണ് പ്രതിയെ കണ്ടെത്താൻ കാരണമായത്. പ്രതിയുടെ പേരിൽ മുൻപും സമാനമായ പരാതികളുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് ഇപ്പോൾ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.